ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഞാൻ ഇങ്ങനെ ഒരിടത്ത് വായിക്കാനിടയായി. ഒരു രാജ്യത്ത് ഒരു രാജാവ്, അദ്ദേഹം ഒരു വലിയ ഗോപുരം പണിതു, ഒരു മാളിക പണിതു. അവിടെ ആ രാജ്യത്തുള്ള എല്ലാ പ്രജകൾക്കും കേൾക്കാൻ തക്കവണ്ണം ഒരു വലിയ മണി, ശബ്ദമുണ്ടാക്കുന്ന, അത് അടിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്ന ഒരു മണി അവിടെ സ്ഥാപിച്ചു. രാജാവിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ഞാൻ ഈ മണി അടിക്കും. അപ്പോൾ ഈ മണി ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു കൊള്ളണം, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സന്തോഷവാനാണെന്നല്ല. ജനങ്ങൾ അന്നു മുതൽ കാത്തിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ. ഓരോ പ്രഭാതം പൊട്ടിവിടരുമ്പോഴും, ഓരോ സന്ധിയും മയങ്ങുമ്പോഴും ജനം ശ്രദ്ധിക്കും, ഇന്നും കേട്ടില്ലല്ലോ ആ മണിനാദം. ജനത്തിന് അതൊരു സങ്കടമായിരുന്നു. കാരണം ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ രാജാവ് സന്തോഷവാനല്ല, സന്തുഷ്ടനല്ല. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയി, രാജാവ് പ്രായമേറി വന്നു, അദ്ദേഹം രോഗശൈലിയിലായി. ജരാനരകളെല്ലാം ബാധിച്ചിരിക്കുന്ന ആ രാജാവിനെ കാണാൻ രാജാവ് മുഴുവൻ പ്രജകളെയും വിളിച്ചുകൂട്ടി. ആ പ്രജകൾ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് ഇപ്രകാരം പറഞ്ഞു, നിരാശനായി പറഞ്ഞു, ഞാൻ ഈ മണിനാഥം മുഴക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എൻ്റെ കാര്യം, ഞാനൊരു രാജാവാണെങ്കിലും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്ത അതെന്നെ വളരെ അസന്തുഷ്ടനാക്കി. അതുകൊണ്ടാണ് ഞാൻ ഈ ബെൽ സൗണ്ട് പുറപ്പെടുവിക്കാത്തതെന്ന് പറഞ്ഞു. എന്നാൽ ആ രാജ്യത്തെ പ്രജകളെല്ലാവരും അവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങൾ അങ്ങയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്തോഷം ആ ശബ്ദത്തിലൂടെ കേൾക്കുവാനായി ഞങ്ങൾ കാതോർത്തിരിക്കുകയായിരുന്നു. ഇത്രയും കാലം, ഇത്രയും വർഷം ഞങ്ങൾ അങ്ങയുടെ ആ ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്ന്. അത് ആ രാജാവിനെ ഉണർത്തി. അദ്ദേഹത്തിൻ്റെ ക്ഷീണങ്ങൾ മാറ്റി, അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ പോലും മാറി. അദ്ദേഹം പിന്നെയും ദീർഘവർഷക്കാലം സന്തോഷത്തോടെ എന്നും മണിനാദം മുഴക്കിക്കൊണ്ട് കൊട്ടാരത്തിൽ ജീവിച്ചുവെന്ന് വായിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിൽ പലരും നമ്മെ സ്നേഹിക്കുന്നവരുണ്ട്, അല്ലേ? നമ്മെ അല്പമായി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അധികമായി സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. എന്നാൽ നമ്മെ മുഴുവനായി സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു നമ്മെ അറിഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. മറ്റു മനുഷ്യരുടെ നമ്മുടെ യഥാർത്ഥ അവസ്ഥയൊന്നും അവർക്കറിയില്ല, അല്ലേ? കുറച്ചൊക്കെ അറിയായിരിക്കും. നമ്മുടെ പുറമേ ഉള്ളതായ ചില പ്രകൃതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നമ്മെ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നവരുണ്ട്. പക്ഷെ നമ്മെ ശരിയായി അറിയുന്ന ഒരാളുണ്ട്, യേശുക്രിസ്തു. നമ്മുടെ ഭാവങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ മനോഭാവങ്ങളും, നാം ചിരിക്കുമ്പോഴും ഉള്ളിൽ ദേഷ്യമുള്ളതും, നാം മൗനമായിരിക്കുമ്പോഴും ഉള്ളിലൂടെ അലകടൽ പോലെയുള്ളതായ ചില തിരമാലകൾ പോലെ തെരുത്തുയർന്ന ചില വികാര വിക്ഷോഭങ്ങളും എല്ലാം അറിയുന്ന ഒരു യേശുവിനെല്ലാം അറിയാം. യേശു നമ്മെ സ്നേഹിക്കുന്നു. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലും, പ്രിയ സഹോദരി, മാന്യ യുവാവേ, പ്രിയ കുഞ്ഞേ, പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾ ഉറക്കെ പറയണം, എന്നെ സ്നേഹിക്കാൻ യേശു ഉണ്ടെന്ന്. നിങ്ങൾ ആ യേശുവിനെ സ്നേഹിക്കണം. നിങ്ങൾ പറയണം, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ ചെവിയിൽ വന്ന് ഒരു മന്ദമാരുന്ന് അടിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ സ്നേഹാർദ്ര സ്വരം കൊണ്ട് പറയും, ഐ ഓൾസോ ലവ് യു ഡിയർ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. നമ്മുടെ സ്നേഹം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം ജീവൻ തന്ന സ്നേഹമാണ്, ജീവരക്തം തന്ന സ്നേഹമാണ്. ആ സ്നേഹം പെട്ടെന്ന് മാറുകയില്ല. അത് നിത്യസ്നേഹമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ നിനക്ക് ദീർഘമാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹവും ക്ഷമയെല്ലാം, കരുതലെല്ലാം അത് ദീർഘനാളത്തേക്കുള്ളതാണ്. സ്തോത്രം. ഇവിടെ ശീമോൻ പത്രോസ്, എൻ്റെ കാര്യം അന്വേഷിക്കാൻ ആരുമില്ല, യേശു ജനത്തോട് സംസാരിച്ചു, പക്ഷെ എന്നോടൊന്നും സംസാരിക്കുന്നില്ല, എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല
എനിക്ക് ഇന്നും പട്ടിണി ഇല്ലേ? പണ്ടൊരു ഒരു പഴഞ്ചൊല്ലുണ്ട്, കോരൻ എന്നും കുമ്പിളിൽ കഞ്ഞി എന്ന് ഇല്ലേ? കോരൻ എന്നും കുമ്പിളിൽ കഞ്ഞി. ആ വീട്ടിൽ, കോരൻ താമസിക്കുന്ന വീട്ടിൽ, അവിടെ സമൃദ്ധിയാണ്, അവിടെ ലക്ഷറിയസ് ഫുഡാണ്. പക്ഷേ കോരൻ എന്നും കുമ്പിളിൽ കഞ്ഞി എന്ന്. ഇതാണോ നിങ്ങളുടെ അനുഭവം? ഇതാണോ നിങ്ങളുടെ ചിന്താഗതി? പക്ഷേ ആ ചിന്താഗതികളെ പൊളിച്ചെഴുതി സ്നേഹം കൊണ്ട് നിങ്ങളെ വീർപ്പൂട്ടിക്കുന്നവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. യേശു ജനത്തോട് സംസാരിച്ചതിന് ശേഷം ശീമോൻ പത്രോസിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവിന് സ്തോത്രം, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും. അപ്പോൾ യേശു അറിഞ്ഞോ മീൻ കിട്ടിയില്ലെന്ന്? അപ്പോൾ യേശു അറിഞ്ഞോ പത്രോസ് ഇതുവരെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന്? അപ്പോൾ യേശു അറിഞ്ഞോ പത്രോസിന്റെ ഹൃദയവേദന? അതെ, യേശു അറിഞ്ഞു. യേശു അറിയും. യേശുവിനറിയാം നമ്മുടെ ഹൃദയത്തിൽ കൂടെ പോകുന്ന ഭാവങ്ങൾ, നമ്മുടെ ഹൃദയത്തിലൂടെ പോകുന്ന സങ്കടത്തിൻ്റെ ചില ചിന്തകൾ എല്ലാം അറിയുന്നൊരു യേശുവുണ്ട്. മകളെ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാതെ അന്യ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നത് കണ്ട് നിന്റെ ഹൃദയം പിടയുന്നത്, അത് നിന്റെ ഭർത്താവിന് മനസ്സിലാകുകയില്ല, പക്ഷെ യേശുവിന് മനസ്സിലാകും. ഹല്ലേലൂയ. മകനെ, നീ കടക്കണിയിൽപ്പെട്ട് നെടുവീർപ്പിട്ട് ഉറങ്ങാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാത്രിയാകുമ്പോൾ ഒന്ന് നേരം വെളുത്താൽ മതി എന്നോർത്ത് സങ്കടപ്പെട്ട് കരയുന്ന നിന്റെ ഹൃദയവേദന അറിയുന്നൊരു യേശുവുണ്ട് മോനെ. ഒരുപക്ഷെ നിന്റെ തൊട്ടരുകത്ത് കിടക്കുന്ന ഭാര്യയ്ക്ക് പോലും മനസ്സിലാകുകയില്ല, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മക്കൾക്ക് മനസ്സിലാകുകയില്ല. അവരൊരുപക്ഷെ നിന്നെ കുറ്റപ്പെടുത്തും. അപ്പൻ ഇങ്ങനെ കടമുണ്ടാക്കി, ഞങ്ങളതുകൊണ്ട് വിഷമിക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തിയെന്നിരിക്കാം. എന്നാൽ മോനെ, നിന്നെ കുറ്റപ്പെടുത്താത്തൊരു യേശുവുണ്ട്, നിന്നോട് സഹതാപം കാണിക്കുന്ന ഒരു യേശുവുണ്ട്, കരുണ കാണിക്കുന്ന ഒരു യേശുവുണ്ട്, ആർദ്രത കാണിക്കുന്ന ഒരു യേശുവുണ്ട്. യേശു ശീമോനോട് പറഞ്ഞു, ശീമോനെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ആ വാക്കുകൾ അതെല്ലാം ഉണ്ട്. ശീമോനെ, നിന്റെ പടം എനിക്ക് വിട്ടു തന്നു, നിനക്ക് ഒരു പൊടിച്ചു മീൻ പോലും കിട്ടിയില്ല, എനിക്കറിയാം. പക്ഷേ ആ കാലം തീരാൻ പോവുകയാണ്. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ദൈവജനത്തോട് എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ പോവുകയാണ്, നിങ്ങളുടെ നിരാശ മാറാൻ പോവുകയാണ്, നിങ്ങളുടെ സങ്കടങ്ങൾ മാറാൻ പോവുകയാണ്, നിങ്ങളുടെ പരാധീനതകളും പരിഭവങ്ങളും മാറാൻ പോവുകയാണ്, നിങ്ങളുടെ ഇല്ലായ്മ മാറാൻ പോവുകയാണ്. എല്ലാം കൂടിയൊക്കെ തട്ടിക്കൂട്ടിയാൽ കഷ്ടി ജീവിക്കാം. ഒരുപക്ഷെ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. എന്നാൽ മോനെ, നീ വായ്പ വാങ്ങുകയല്ല, നീ വായ്പ കൊടുക്കുന്നവനാക്കി ദൈവം നിന്നെ തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂലിവേലക്കാരായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നും നിസ്സാരമായി കിട്ടുന്ന ആ കൂലിപ്പണം കൊണ്ട്, കൂലിവേല കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ഞങ്ങളെ കുടുംബം പുലർത്താൻ അധ്വാനിച്ചിട്ട് നടന്നില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ നേതൃത്വം കൊണ്ട് നടത്തുന്ന സ്ഥാപനത്തിൽ ഇന്ന് 4500ഓളം എംപ്ലോയീസ് ജോലി ചെയ്യുന്നു. എത്രയോ കോടിക്കണക്കിന് രൂപ ഒരു മാസം ശമ്പളം കൊടുക്കാൻ വേണം. കർത്താവിന് സ്തോത്രം. സ്ഥിതി മാറ്റുന്നൊരു യേശുവുണ്ട്. ആ സ്ഥാപനം എൻ്റെ ചേട്ടൻ്റെയാണ്, ഞാൻ അവിടെ ജോലി ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ജീവിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു, യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. ബാലസിംഹങ്ങൾ നല്ല കരുത്തുള്ളവര്, നല്ല കുടുംബമഹിമയുള്ളവര്, നല്ല വിദ്യാഭ്യാസമുള്ളവര്, മാതാപിതാക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജീവിത സാഹചര്യം, നല്ല കുടുംബ പശ്ചാത്തലം, നല്ല വിദ്യാഭ്യാസ ഉയർച്ച എല്ലാം ഉള്ളവര്, അവർ ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക്, ജീവനുള്ള ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചവരുടെ കാര്യം അന്വേഷിക്കുന്ന ഒരു യേശുവുണ്ട്. മകനെ, എന്നിട്ട് ജീവിതം യേശുവിന് കൊടുക്ക്. മകനെ, എന്നിട്ട് ജീവിതം യേശുവിന് കൊടുക്ക്. അത് നിരാശ നിറഞ്ഞതാണെങ്കിലും, ഭാരങ്ങൾ നിറഞ്ഞതാണെങ്കിലും, സങ്കടങ്ങൾ നിറഞ്ഞതാണെങ്കിലും, ഒറ്റപ്പെടുത്തലുകൾ ഏറ്റ്, കുറ്റപ്പെടുത്തലുകൾ ഏറ്റ് വലഞ്ഞു കഴിഞ്ഞ ജീവിതമാണെങ്കിലും, മോനെ, നിനക്ക് ആരും ഒരു കൈത്താങ്ങൽ തരാതെ നിന്റെ ജീവിതം മുരടിച്ചു പോയതാണെങ്കിലും, മകളെ, നിന്റെ ജീവിതം നിരാശയ്ക്ക് അടിമയാണെങ്കിലും, മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ആത്മഹത്യക്ക് വേണ്ടി നീ നാളുകളായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നീ എന്നെ അറിയിക്കട്ടെ, മകളെ, നീ മരിക്കേണ്ട. നിനക്ക് വേണ്ടി മരിച്ചൊരു യേശുവുണ്ട്. നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിനക്ക് വേണ്ടി മരിച്ച് തന്റെ ദിവ്യജീവൻ തന്നൊരു യേശുവുണ്ട്. ആ യേശുവിന്റെ അരികിലേക്ക് വരൂ. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. ശീമോൻ പത്രോസിനോട് പറഞ്ഞു, ശീമോനെ, നിനക്ക് മീനല്ലേ വേണ്ടത്, ഞാൻ നിനക്ക് നിറച്ചു തരാം. ഹല്ലേലൂയ. കടബാധ്യതയിൽ കഴിയുന്ന മകനോട്, എൻ്റെ പ്രിയ മകളോട് എൻ്റെ യേശു പറയുകയാണ്, മോളെ, നിന്റെ കടം മാറ്റിയാൽ പോരാ, നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൂടി ഞാൻ നിനക്ക് തരും. സ്തോത്രം. ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു,
മോനെ നിനക്കൊരു ജോലി തരിക മാത്രമല്ല, നീ അനേകരെ ഇന്റർവ്യൂ ചെയ്ത് ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുന്നവരെ ആക്കി തീർക്കാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞെരുക്കത്തിൽ കഴിയുന്നവരോട്, ഒരു വീടില്ല, വാടക വീടുകൾ മാറി മാറി കഴിയുന്ന നിങ്ങളോട് കർത്താവ് പറയുന്നു, നിനക്ക് മോനെ നിനക്ക് ഒരു വീടല്ല, പല വീടുകൾ തന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുകയാണോ? അല്ല പ്രിയരെ. പക്ഷെ പ്രോസ്പെരിറ്റി തരുന്നൊരു യേശുവുണ്ട്. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹം തന്ന് അനുഗ്രഹ വന്താവിലൂടെ നമ്മെ നയിക്കുന്ന ഒരു നല്ല അപ്പനുണ്ട്. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നാൽ എന്നും ദാരിദ്ര്യം, എന്നും പട്ടിണി, എന്നും കടബാധ്യത, എന്നും ഞെരുക്കം, എന്നും തലകുമ്പിട്ട് നടക്കുക എന്നുള്ളത് അല്ല പ്രിയരെ. സ്വർഗത്തിലെ ദൈവം സർവ്വസമ്പന്നനാണ്. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ചുകൊടുത്താൽ, നിങ്ങളുടെ ഹൃദയവേദന അറിഞ്ഞ്, നിങ്ങളുടെ സങ്കടങ്ങൾ അറിഞ്ഞ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നിങ്ങളുടെ ഭാരങ്ങൾ അറിഞ്ഞ്, നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ സഹതാപത്തോടെ കണ്ട് നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹനിധിയായ യേശു ജീവിക്കുന്നു. ആ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു എളിയ അഡ്വൈസ്, നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കൂ. യേശു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അപ്പോൾ യേശുവിനെ കൂടുതൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതിനിടയാകട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം.